ഹലോ, വെൽക്കം ബാക്ക്. ഇന്നത്തെ വീഡിയോ നമ്മളൊരു വിന്റേജ് ജേണലാണ് ഉണ്ടാക്കുന്നത്. ഞാൻ കുറേ കാലമായിട്ടേ ഇതൊരു വീഡിയോ എടുത്തിട്ട് ഉണ്ടാക്കണം എന്നൊക്കെ ഇങ്ങനെ വിചാരിക്കുന്നുണ്ട്. പക്ഷേ അങ്ങോട്ടൊന്നും നടന്നിട്ടില്ല. ഞാനിത് ആദ്യമായിട്ടല്ല കേട്ടോ ഉണ്ടാക്കുന്നത്. ഒന്ന് രണ്ട് വട്ടം വിന്റേജ് ജേണൽ ഉണ്ടാക്കിയിട്ടുണ്ട്. ഞാൻ ഉണ്ടാക്കുന്ന മെത്തേഡ് എങ്ങനെയാണോ അതാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിച്ചു തരുന്നത്. അപ്പൊ ഞാൻ അതിന് കൂടുതൽ യൂസ് ചെയ്യാറുള്ളത് ഇങ്ങനത്തെ ചാർട്ട് പേപ്പറാണ് യൂസ് ചെയ്യല്. അപ്പൊ ഒരു വൈറ്റ് ചാർട്ട് പേപ്പർ വാങ്ങിയിട്ട് എനിക്ക് വേണ്ട സൈസിനനുസരിച്ചിട്ടാണ് ഇങ്ങനെ ഒന്ന് മടക്കി കൊടുക്കും. അതൊക്കെ ഒന്ന് കട്ട് ചെയ്തിട്ട്. അപ്പൊ നിങ്ങൾക്ക് ഇതിനെക്കാട്ടി കുഞ്ഞു പേജസ് ആണ് വേണ്ടതെന്നുണ്ടെങ്കിൽ ഇതേപോലെ ചാർട്ട് പേപ്പർ ഒന്ന് കട്ട് ചെയ്തെടുത്താൽ മതി കേട്ടോ. ഞാൻ എടുത്തിട്ടുള്ളത് 1.5 ചാർട്ട് പേപ്പർ ആണ് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പൊ അങ്ങനെ 1.5 ചാർട്ട് പേപ്പർ ഇങ്ങനെ യൂസ് ചെയ്തിട്ട് കട്ട് ചെയ്ത് ഒക്കെ സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ഈ ഒരു പേപ്പർ ഇനി നമ്മള് ഇതിന്റെ സൈഡൊക്കെ ഒന്ന് ജസ്റ്റ് കൈ വെച്ചിട്ട് ഒന്ന് കീറി കൊടുക്കണം. ഈ പരിപാടി ഭയങ്കര ഈസിയാണ് കേട്ടോ. അപ്പൊ നമ്മള് ജസ്റ്റ് ഈ ഒരു വിന്റേജ് ജേണലാണല്ലോ ഉണ്ടാക്കുന്നത്, അതുകൊണ്ട് തന്നെ അത്ര പെർഫെക്ഷൻ വേണ്ട കേട്ടോ. അപ്പൊ ഇങ്ങനെ ജസ്റ്റ് സൈഡൊക്കെ ഒന്ന് കീറി കൊടുക്കുക. ഈ പരിപാടി നമുക്ക് നല്ല രസമായിട്ട് തോന്നും. നമുക്ക് ജസ്റ്റ് ഇങ്ങനെ കൈ വെച്ചിട്ട് കീറിയാൽ മതി, അത്ര പെർഫെക്ഷൻ വേണ്ട, നേരത്തെ പറഞ്ഞ പോലെ. അപ്പൊ അങ്ങനെ നമുക്ക് എല്ലാ പേജസും ഒന്ന് കീറി കൊടുക്കാം. അപ്പൊ സൈഡൊക്കെ ഇങ്ങനെ കീറി കൊടുത്താലുള്ള ലുക്ക് എന്ന് പറയുന്നത് ഇതായിരിക്കും കേട്ടോ. അപ്പൊ എല്ലാ പേപ്പറും ഇപ്പൊ ഏകദേശമൊക്കെ അങ്ങനെ ആക്കി കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇനി നമുക്ക് എല്ലാ പേപ്പറും നേരത്തെ പറഞ്ഞ മാതിരി ചെയ്ത് കൊടുക്കാം. അങ്ങനെ കുറേ നേരത്തെ പ്രയത്നം കാരണം ഇതേപോലെ ഫുൾ പേജസ് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോ നമുക്ക് ഈ കീറിയ വേസ്റ്റ് ഒക്കെ കളയാം. അങ്ങനെ ഇതാണ് കേട്ടോ നമ്മളിപ്പോ ഇത് ചെയ്തിട്ടുള്ള പേജസ് പറയണത്. അപ്പൊ ഒരു വിന്റേജ് ലുക്കൊക്കെ ഇപ്പൊ തോന്നണില്ലെങ്കിലും നമുക്ക് ആ സൈഡൊക്കെ കീറിയതൊക്കെ കാണുമ്പോൾ തന്നെ ഒരു ഭംഗിയൊക്കെ തോന്നുന്നുണ്ടാവും. ഇനി നമുക്ക് ഇത് രണ്ട് രീതിയിലായിട്ട് വിന്റേജ് ലുക്ക് കൊണ്ടുവരാം. ഒന്ന് നമുക്ക് കോഫിയാണ് ഞാൻ ഇവിടെ യൂസ് ചെയ്യുന്നത്. അപ്പൊ ഈ ഒരു ബ്രൂ കോഫിന്റെ ഈ ഒരു പാക്ക്, ഇതൊരു 2 രൂപന്റെ പാക്കാണ്. ഇങ്ങനത്തെ ഒരു 2 പാക്ക് നമുക്കൊരു വെള്ളത്തില് കലക്കി കൊടുക്കാം. അപ്പൊ സാധാ വെള്ളം എടുത്താൽ മതി. ആ ഒരു വെള്ളത്തില് നമ്മൾ ഈ ഒരു കോഫിപ്പൊടി ഒന്ന് ഒഴിച്ചിട്ട് നമ്മളൊന്ന് ഇളക്കി കൊടുക്കാട്ടോ. അങ്ങനെ ആ ഒരു പേപ്പറൊക്കെ നമുക്ക് ഇതിലൊന്ന് മുക്കി ഇട്ട് കൊടുക്കാം. ഇത് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കോഫി ലവേഴ്സ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നല്ല സ്മെല്ലായിരിക്കും. ഇത് ഉണങ്ങിയാൽ ഈ ബുക്ക് ഓപ്പൺ ആക്കി നോക്കൊക്കെ ആണെന്നുണ്ടെങ്കിലൊക്കെ നല്ല സ്മെല്ലാവും. ഞാൻ എപ്പോഴും വിന്റേജ് ജേണൽ ഉണ്ടാക്കുക ഈ ഒരു മെത്തേഡിലാണ് കേട്ടോ. ഇപ്പൊ സെക്കൻഡ് മെത്തേഡ് എന്ന് പറയുന്നത് നമുക്ക് ചായ ഉണ്ടല്ലോ, ചായപ്പൊടി. അപ്പൊ ആ ഒരു ചായപ്പൊടി ഇട്ട് തിളപ്പിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, അതിലിട്ടിട്ട് മുക്കി വെക്കാം. അങ്ങനെ ഉണ്ടാക്കാം. പക്ഷേ അതിനങ്ങനെ സ്മെല്ലൊന്നും ഉണ്ടാവൂല കേട്ടോ. അതാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് നേരം ഇട്ടുവെച്ചാൽ മതി. ഒരു 1 hour ഇട്ടുവെച്ചാൽ തന്നെ നമുക്ക് നല്ല രീതിക്ക് കളറൊക്കെ കിട്ടും. ഇത് പക്ഷേ കോഫിയിൽ ഇട്ട് വെക്കുമ്പോൾ നമുക്ക് ആ ഒരു കളറും സ്മെല്ലൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് ഒരു 1 day എങ്കിലും ഇട്ട് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലത്. ഇനിയിപ്പോ 1 day പറ്റിയിട്ടില്ലെങ്കിൽ ഒരു ഹാഫ് ഡേ എങ്കിലും ഇട്ട് വെക്കുക കേട്ടോ. അപ്പൊ ഞാൻ ഈ ഒരു പാത്രം കുറച്ച് ചെറുതായതുകൊണ്ട് തന്നെ ഇങ്ങനെയാണ് ഇട്ട് വെക്കുന്നത്. കുറച്ചും കൂടി വലിയ പാത്രമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിവർത്തിയിട്ട് തന്നെ ഇട്ട് വെക്കാം കേട്ടോ പേപ്പർ. അപ്പൊ ഇനി എല്ലാ പേപ്പറും ഈ ഒരു വെള്ളത്തിൽ ഒന്ന് മുക്കി കൊടുക്കുക. അങ്ങനെ ഇപ്പൊ നമ്മളെ എല്ലാ പേപ്പറും ഈ വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട്. ഇനി നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് പറ്റുന്നുണ്ടെങ്കിൽ നമ്മളൊരു 1 day ഇട്ട് വെക്കാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നല്ല കോഫിന്റെ മണം ഉണ്ടാവും, അതേപോലെ നല്ല കളറും കിട്ടും കേട്ടോ. ഇനി അത് പറ്റൂല എന്നുണ്ടെങ്കിൽ നമ്മളൊരു ഹാഫ് ഡേ എങ്കിലും ഇട്ട് വെക്കുക, അതല്ലെങ്കിൽ ഒരു 8 hour എങ്കിലും ഇട്ട് വെക്കുക കേട്ടോ.
അങ്ങനെ നെക്സ്റ്റ് ഡേ ഇനി ഈ പേപ്പേഴ്സ് ഒക്കെ ഇതിൽ നിന്ന് എടുത്തിട്ട് നമുക്ക് ഉണങ്ങാൻ വെക്കണം. ഇപ്പൊ തന്നെ ഈ പേപ്പറിന് അത്യാവശ്യം നല്ല രീതിക്ക് കളറൊക്കെ വന്നിട്ടുണ്ട്. ഇനി ഉണങ്ങി കഴിയുമ്പോൾ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഉണങ്ങാൻ വെക്കുമ്പോൾ തന്നെ കുറച്ച് ഈ ബാക്കി വരുന്ന വെള്ളമൊക്കെ അതിന്റെ മേലെ കൂടെ ആക്കിയിട്ട് കൊടുക്കാട്ടോ. അപ്പൊ ഉണങ്ങി കഴിയുമ്പോൾ നല്ല രീതിക്ക് നല്ല കളറ് കിട്ടും. അപ്പൊ ഇനി നമുക്ക് ഇതൊന്ന് ഉണക്കി എടുക്കാം. ഞാൻ ഉണക്കാൻ വെച്ചിട്ടുള്ളത് ടെറസിന്റെ മേലെ കേട്ടോ. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് അത് ഉണങ്ങി കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഉണങ്ങി കഴിഞ്ഞിട്ടുള്ള ഒരു ലുക്ക് നോക്കാട്ടോ. ഇതാണ് നമ്മുടെ കോഫി പേപ്പേഴ്സ് എന്ന് പറയുന്നത്. അപ്പൊ നല്ല കളർ ഉണ്ട്, വിന്റേജ് ലുക്ക് ആയിട്ടുണ്ട്, നമുക്ക് കാണാനും മണക്കാനും ഒക്കെ നല്ല ഭംഗിയുണ്ട്. ഇനി നമുക്ക് ഇതിന് കുറച്ചും കൂടിയൊക്കെ ഒരു വിന്റേജ് ലുക്ക് കൊണ്ടുവരാൻ വേണമെങ്കിൽ നമുക്ക് ഇതിന്റെ സൈഡൊക്കെ ഒന്ന് ജസ്റ്റ് കത്തിച്ചു കൊടുക്കാട്ടോ. അപ്പൊ നമ്മളെ വിന്റേജ് പേപ്പേഴ്സ് ഒന്ന് ജസ്റ്റ് കണ്ടോളി. അപ്പൊ എങ്ങനെയുണ്ട് നമ്മുടെ വിന്റേജ് പേപ്പേഴ്സ്? അടിപൊളിയല്ലേ? ഇതിനിപ്പോ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കോഫി പേപ്പേഴ്സ് എന്നൊക്കെ വിളിക്കാലോ. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടിയൊക്കെ ഒരു വിന്റേജ് ലുക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഇതിന്റെ സൈഡൊക്കെ ഒന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് കത്തിച്ചു കൊടുക്കാം കേട്ടോ. ഇതിപ്പോ ചെറിയ കുട്ടികളാണെന്നുണ്ടെങ്കിൽ ഈ ഒരു മെത്തേഡ് വേണമെന്നുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യാട്ടോ. അല്ലാതെ തന്നെ കാണാൻ നല്ല ലുക്ക് ഉണ്ടല്ലോ. പിന്നെ ഇത് കത്തിക്കുമ്പോൾ ഞാൻ ലൈറ്റർ യൂസ് ചെയ്യുന്നത് എന്താന്ന് വെച്ചാല്, നമ്മൾ മെഴുകുതിരിക്ക് വെച്ചിട്ട് വേണമെന്നുണ്ടെങ്കിൽ ചെയ്യാം. നിങ്ങളൊരു ചെറിയ കുട്ടിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാൻ നോക്കാട്ടോ. ഇങ്ങനെ ചെയ്യാതെ അങ്ങനെ മെഴുകുതിരി വെച്ചിട്ട് ചെയ്യാണെന്നുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് ബ്ലാക്ക് കളർ ഇങ്ങനെ പേജിന്റെ ബാക്കിലായിട്ട് ഇങ്ങനെ വരുന്നത് കാണാം. അപ്പൊ അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തിട്ടുള്ളത്. ഇത് കത്തിക്കുമ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് കത്തിച്ചാൽ മതി, അപ്പം വേറൊരു ലുക്ക് ഉണ്ടാവും എന്നേ ഉള്ളൂ. ഇനി ബുക്ക് നമ്മൾ എങ്ങനെയാണ് സെറ്റ് ആക്കുന്നത് വെച്ചാൽ, ഈ പേജസ് ഒക്കെ നമ്മൾ സാധാരണ എങ്ങനെയാണോ പേജസ് വെച്ചിട്ട് ബുക്ക് ഉണ്ടാക്കലേ, ആ ഒരു മെത്തേഡ് ഞാൻ എപ്പോഴും ഫോളോ ചെയ്യുന്ന ഒരു മെത്തേഡിൽ തന്നെയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. കാരണം എനിക്ക് ആ ഒരു മെത്തേഡ് ആണ് ഈസി. അപ്പൊ ഞാൻ അതേപോലെ പശയൊക്കെ തേച്ചിട്ട് ഇങ്ങനെ ഒട്ടിക്കുന്നുണ്ട്. ഞാൻ ഇതിനെ മുന്നൊക്കെ വിന്റേജ് ആണല്ലോ ഉണ്ടാക്കിയിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ട്. ഇനി അന്നൊക്കെ ഞാൻ തുന്നിക്കാണ്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പൊ എനിക്ക് ആ ഒരു മെത്തേഡൊക്കെ ചെയ്യാൻ കുറേ ടൈമൊക്കെ എടുക്കും. അപ്പൊ പെട്ടെന്ന് കഴിയണം എന്നുള്ളവര് ഈ ഒരു മെത്തേഡൊക്കെ ഫോളോ ചെയ്തിട്ട് ഉണ്ടാക്കി നോക്കാട്ടോ. ഈ കവർ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എൻ്റെ കയ്യിലുള്ള പഴയ ഡയറിന്റെ കവർ ഫുള്ളൊന്ന് വലിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് ലെതർ ആണോ ചോദിച്ചാൽ ലെതർ അല്ല, ഇങ്ങനെ ഒരു ഷീറ്റ് ടൈപ്പ്, നമ്മൾ ടേബിൾ ഷീറ്റ് ഒക്കെ മേടിക്കല്ലോ, അങ്ങനത്തെ ഒക്കെ ഒരു ടൈപ്പ് ഷീറ്റ് ആണ് തോന്നുന്നുണ്ട്. അപ്പൊ ഞാൻ അത് എടുത്തിട്ടാണ് ചെയ്യുന്നത് കേട്ടോ, കവർ സെറ്റ് ചെയ്യുന്നത്. ഇനിയിപ്പോ അതൊന്നും ഇല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ വിന്റേജ് ടൈപ്പുള്ള പേപ്പേഴ്സ് ഒക്കെ കിട്ടും കേട്ടോ, അതൊക്കെ വെച്ചിട്ട് ചെയ്താലും മതി. അങ്ങനെ ഞാൻ ഉണ്ടാക്കിയിട്ടുള്ള ഒരു ബുക്കാണ് ഇത്. ഈ ഒരു പേപ്പറിന് ആകെ 20 രൂപ അങ്ങനെ എത്രയോ ഉള്ളൂ. അപ്പൊ നമുക്ക് അങ്ങനെയും ഉണ്ടാക്കാട്ടോ. ഇനി അതും അല്ലെങ്കിൽ ലൈക്ക് ഇതേപോലെ ജീൻസിന്റെ ക്ലോത്ത് വെച്ചിട്ട് നമുക്ക് ചെയ്യാം. നമ്മളെ പഴയ ജീൻസ് പാന്റ് ഒക്കെ ഉണ്ടാവുമല്ലോ, അപ്പൊ അതൊക്കെ യൂസ് ചെയ്തിട്ടും നമുക്ക് ഇങ്ങനെ ഉണ്ടാക്കാട്ടോ വിന്റേജ് ആണല്ലോ. അപ്പൊ ഇതന്നെ വേണമെന്നൊന്നും ഇല്ല. ഇനിയിപ്പൊ അതും ഇല്ലെങ്കിൽ ജസ്റ്റ് ഒരു ബ്രൗൺ പേപ്പറെങ്കിലും യൂസ് ചെയ്തിട്ട് പൊതിഞ്ഞു കൊടുത്താൽ മതി. അപ്പൊ ഇങ്ങനെ ഞാൻ ഈ ഒരു കവർ സെറ്റ് ആക്കി എടുത്തിട്ടുണ്ട്. എന്റെ ഗ്ലൂ ഗണ്ണ് കേടായതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഗ്ലൂ ഗണ്ണിൽ ഇടണ ആ ഒരു സ്റ്റിക്ക് വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് കത്തിച്ചിട്ട് ഇങ്ങനെ ഒട്ടിച്ചു കൊടുത്തിട്ടുള്ളത്. ഇപ്പൊ നമ്മൾ സാധാരണ ബുക്ക് ഉണ്ടാക്കണ എങ്ങനെ അറിയാലോ, അപ്പൊ അതേപോലെ നടുവിലും രണ്ട് സൈഡിലും ആയിട്ട് ഞാൻ ഇങ്ങനെ പശ തേച്ചിട്ട് ഒട്ടിച്ചിട്ടുണ്ട്. പിന്നെ ഇപ്പൊ കാണിച്ചിട്ടുള്ള ഈ സാധനങ്ങളും ആ ഒരു ഡയറിന്റെ കൂടെ ഉണ്ടായിട്ടുള്ളത് ഇനി. അതുകൊണ്ട് ഞാൻ അതും കൂടി ഇതേപോലെ ഗ്ലൂ ഗണ്ണിലെ ആ ഒരു ഗണ്ണല്ല ആ ഒരു സ്റ്റിക്ക് വെച്ചിട്ട് ഒന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഒട്ടിച്ചു കൊടുത്താൽ നമ്മുടെ ഈ ബുക്കിന്റെ പണി ഫുള്ളായിട്ട് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇപ്പൊ നമ്മുടെ വിന്റേജ് ജേണൽ റെഡി ആയിട്ടുണ്ട്. അപ്പൊ ഇത് ഉണ്ടാക്കിയപ്പം കുറച്ചും കൂടി പേജസ് ഇങ്ങനെ പുറത്തേക്ക് ഇങ്ങനെ തള്ളി നിൽക്കുന്നത് കാണാം. പിന്നെ വിന്റേജ് ജേണൽ എന്ന് പറഞ്ഞാൽ തന്നെ അത്ര പെർഫെക്റ്റ് ആയിട്ടുള്ളതല്ലല്ലോ. അപ്പൊ എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഇത് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളൊരു ജേണലൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഐഡിയ എന്തായാലും യൂസ്ഫുൾ ആയിരിക്കും എന്ന് വിചാരിക്കുന്നു. അപ്പൊ ഇഷ്ടപ്പെട്ട ചാനൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതിപ്പോ ഞാൻ പ്രത്യേകം പറയണ്ടല്ലോ. അപ്പൊ എന്തായാലും ഇനി നമുക്ക് നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. അപ്പൊ അത്രയേ ഉള്ളൂ, നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.